അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ത്യ മഹാരാജ്യം 75 വർഷങ്ങളായി സ്വതന്ത്രമായിട്ട്. 1950 കാലഘട്ടത്തിലാണ് ഇന്ത്യക്ക് ഒരു എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടാകുന്നത്. അതും തന്നെ ഒരുപാട് രാഷ്ട്രങ്ങളിൽ നിന്നും കടമെടുത്തുണ്ടാക്കിയ ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര റിപ്പബ്ലിക് രാഷ്ട്രമായി ഇന്ത്യ ജനുവരി 26 പ്രഖ്യാപിക്കപ്പെട്ടു. വളരെ വിശാലമായ ഒരു കഥയാണ്, ഒരു ചരിത്രമാണ് ഇന്ത്യക്ക് പറയാനുള്ളത്. 1951 ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ കാലഘട്ടത്തിലെ ഒരുപാട് വിശാലമായ ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണത്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയുടെ പരമാധികാരത്തിലെത്തുന്നു. ആദ്യത്തെ മന്ത്രിസഭ രൂപീകരിക്കുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതൊക്കെ ചരിത്രമാണ്. വർത്തമാനത്തിലേക്കും നമുക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ഒരുപാട് വിശാലമായ ചർച്ചകൾ നടക്കുന്ന കാലമാണ് ഇത്തവണത്തെ രാഷ്ട്രീയ കാലങ്ങൾ. 2002 വോട്ടർ പട്ടിക പരിഷ്കരണം എല്ലാവരും വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതായിരിക്കും. ആ 2002 വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായാണ് 2025 പൊതു തെരഞ്ഞെടുപ്പിനും കാതലാകുന്നത്. ഇന്നത്തെ ഈ ഒരു ചർച്ചയ്ക്ക് കാതൽ ആകുന്നതും ആ ഒരു വിഷയം തന്നെയാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ SIR. 2025 ബീഹാറിൽ നടപ്പിലാക്കിയ അതേ SIR തന്നെ ഏകദേശം 12 സംസ്ഥാനത്തിലേക്കായി അത് നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2002 വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നോ അവർക്കും അവരുടെ സന്താനങ്ങൾക്കുമാണ്, അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്കുമാണ് 2025 മുതലുള്ള വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ ഭാഗമാകാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നത്. ഒരുപാട് ആശങ്കകളുള്ള ഒരു വിഷയമാണ് SIR എന്നത്. SIR ഒരുപാട് ഗുണവശങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് നെഗറ്റീവ് വശങ്ങളും അതിൽ വന്നു ചേരുന്നുണ്ട്. ഇന്നത്തെ ചർച്ചയ്ക്കും കാതലാകുന്നത് ഈ ഒരു വിഷയം തന്നെയാണ്. ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം കൂടിയിരിക്കുന്ന പാനലിസ്റ്റുകൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് SIRന്റെ ആവശ്യകത എന്തെന്നതാണ്. അതുപോലെ തന്നെ SIR ഒരു ഉടുപ്പ് മാറി വരുന്ന NRC ആണോ അല്ലെങ്കിൽ CAA ആണോ എന്നൊരു ചർച്ച കൂടി ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്താണ് രാജ്യത്ത് ആദ്യമായി SIR നടപ്പിലാക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അവസരത്തിൽ ഒരുപാട് ചർച്ചകൾക്കും അതുപോലെ തന്നെ ഒരുപാട് വിമർശനങ്ങൾക്കും വേദി ഒരുങ്ങുകയാണ് ബീഹാറിലുണ്ടായത്. അപ്പോൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി പാനലിസ്റ്റുകളോട് ചോദിക്കുന്നത്, SIR എന്നതുകൊണ്ട് എന്താണ് ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ് നമുക്ക് ആദ്യമായി അറിയേണ്ടത്. SIRനെ കുറിച്ച് ഒരുപാട് ആശങ്കകളും ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇന്ത്യൻ ഗവൺമെന്റിനും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതിനെക്കുറിച്ച് എല്ലാം പറയാനുള്ളത്, അവരെങ്ങനെയൊക്കെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്, എന്തൊക്കെ ന്യായങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത് എന്നെല്ലാമാണ് പരിശോധിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. SIR എന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് പട്ടികയുടെ കൃത്യതയും ആധികാരികതയും ഉറപ്പാക്കുന്നതിനായി നടപ്പാക്കുന്ന വലിയ തോതിലുള്ള വീടാന്തരമായ അഥവാ ഡോർ ടു ഡോർ എന്ന് പറയപ്പെടുന്ന ഒരു പരിശോധനാ യജ്ഞമാണ്. SIRന്റെ പ്രാഥമിക ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത് തെറ്റുകളില്ലാത്ത അഥവാ എറർ ഫ്രീ ആയിട്ടുള്ള ഒരു പട്ടിക സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാടനുസരിച്ച് ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസ്യത ഉറപ്പാക്കുന്നതിൽ ഈ ഒരു സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയക്ക് വലിയ സുപ്രധാനമായിട്ടുള്ള പങ്കുണ്ടെന്നാണ് അവർ വാദിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലക്ഷ്യം നടപ്പാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വാദം അനുസരിച്ച് നമ്മുടെ രാജ്യത്തുള്ള വോട്ട് ചെയ്യാൻ അർഹരായിട്ടുള്ള എല്ലാ പൗരന്മാരുടെയും പേരുകൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പൂർണ്ണമായി ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ അയോഗ്യരായിട്ടുള്ളവർ, റിപ്പീറ്റഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ മരണപ്പെട്ടവർ തുടങ്ങിയവരുടെ പേരുകളെല്ലാം പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടുന്നു എന്നുകൂടി ഉറപ്പാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIRനെ ന്യായീകരിക്കുന്നത് ഭരണഘടനാപരമായിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന യാഥാർത്ഥ്യം നാം എല്ലാവരും തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 പ്രകാരമാണ് സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭരണഘടനാപരമായിട്ടുള്ള കർത്തവ്യത്തിന്റെ ഭാഗമായിട്ടാണ്
SIR പോലുള്ള പുതിയ പരിഷ്കരണങ്ങൾ നടപ്പാക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. അതായത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ 1950 ജനപ്രാതിനിധ്യ നിയമം സെക്ഷൻ 21 പ്രകാരവും അതുപോലെ തന്നെ 1960 ഇലക്ട്രൽ മുഖേനയുള്ള രജിസ്ട്രേഷൻ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് അവർ തയ്യാറാക്കുന്നതും പുറപ്പെടുവിക്കുന്നതും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും അതിൻ്റെ രീതികളെ കുറിച്ചുമെല്ലാം രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെ നേരിടാനുള്ള ഒരു പിടിവള്ളിയായിട്ടാണ് അവർ പലപ്പോഴും ഈ ഒരു അധികാരത്തെ ഭരണഘടനാപരമായിട്ടുള്ള ഈ ഒരു നിയമത്തെ ഉപയോഗിക്കുന്നത്. എത്രത്തോളം എന്നാൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പല കോടതികളിലും പ്രത്യേകിച്ച് സുപ്രീം കോടതിയിലടക്കം SIRനെതിരെ ഒരുപാട് ഹർജികൾ വരുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പലപ്പോഴും പിടിവള്ളിയായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു അനുകൂല മാർഗമായിട്ട് മാറുന്നത് ഭരണഘടനാപരമായിട്ടുള്ള ഈ ഒരു നിയമമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയതുപോലെ SIRന്റെ ഈ രണ്ടാം ഘട്ടം നടപ്പാക്കുന്നത് കേരളം, തമിഴ്നാട്, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ് പോലുള്ള അടുത്ത കൊല്ലം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനുള്ള 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ്. ഇത് ഏകദേശം 51 കോടി വോട്ടർമാരെയും അതുപോലെ തന്നെ 321 ജില്ലകളെയും 1844 നിയമസഭാ മണ്ഡലങ്ങളെയും ഉൾക്കൊള്ളുന്ന വലിയൊരു പദ്ധതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ളൊരു വലിയൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ ആശങ്കകളും ആരോപണങ്ങളൊക്കെ ഉയർന്നു വരിക എന്നുള്ളത് വളരെയധികം സ്വാഭാവികമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് മറ്റൊരു വശം. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ എങ്ങനെയാണ് ഇവർ അതിനെ നേരിടുക എന്ന് നമ്മൾ നോക്കുകയാണെന്നെങ്കിൽ പ്രധാനമായിട്ടും 2 പദ്ധതികൾ അല്ലെങ്കിൽ 2 കാര്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് ഒപ്റ്റിമൽ പ്യൂരിഫിക്കേഷനും അതുപോലെ തന്നെ ഫീൽഡ് വെരിഫിക്കേഷനും എന്ന് പറയും. ഒപ്റ്റിമൽ അതിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള തെറ്റായിട്ടുള്ള എൻട്രികളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ആ പട്ടികയെ ശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫീൽഡ് വെരിഫിക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ പട്ടികയിൽ വന്നിട്ടുള്ള എററുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ അതായത് നമ്മുടെ പേരുകളിലോ വയസ്സിലോ വിലാസത്തിലോ ഒക്കെ വന്നിട്ടുള്ള തെറ്റുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അതിനെ നല്ല രൂപത്തിൽ തെറ്റുകളില്ലാത്ത ഒരു പട്ടികയ്ക്ക് മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രക്രിയയിൽ ഈ ഒരു പ്രക്രിയ പൂർണ്ണമായിട്ടുള്ള ജനങ്ങളുടെ ശ്രദ്ധയിലും അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ പങ്കാളിത്തത്തോടു കൂടിയായിരിക്കും നടക്കുക എന്നാണ് ഇവർ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷാപാതപരമായിട്ടുള്ള യാതൊരു പ്രവർത്തനവും ഇതിലൂടെ സാധ്യമാവുകയില്ല എന്നാണ് ഇവർ വാദിക്കുന്നത്. അതുപോലെ തന്നെ നാം എടുത്തു നോക്കേണ്ട ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റൊരു വശം എന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന ഇതിന് സജ്ജരാക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു എണ്ണമാണ്. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏകദേശം 5 ലക്ഷത്തിൽ കൂടുതൽ BLOമാരെയും അതായത് ബൂത്ത് ലെവൽ ഓഫീസർമാരെയും അതുപോലെ തന്നെ 7 ലക്ഷത്തിൽ കൂടുതൽ BLAമാരെയും അതുപോലെ തന്നെ 10,000-ലേറെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരെയും സജ്ജമാക്കിയിട്ടുള്ള വലിയൊരു പദ്ധതിയാണ് ഇവർ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിലൂടെ ഇവർ പറയാൻ ശ്രമിക്കുന്നത് ഇതിൽ യാതൊരുവിധ പിഴവും സംഭവിക്കില്ല എന്നും അതിനുള്ള യാതൊരുവിധ സാധ്യതയും നിലനിൽക്കുന്നില്ല എന്നുള്ളതുമാണ്. പിന്നെ മറ്റൊരു കാര്യമാണ് ഇത് പൗരത്വം തെളിയിക്കാനുള്ള അതായത് NRCയുടെ മറ്റൊരു വശമാണോ എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ പൂർണ്ണമായിട്ടും ശക്തമായിട്ട് തന്നെ ഇതിനെ എതിർക്കുന്നുണ്ട്. ഇവർ പറയുന്നത് ഇത് വെറും നമ്മുടെ വോട്ട് ചെയ്യാനുള്ള അവകാശം സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനും വേണ്ടി മാത്രമുള്ളതാണ് എന്നാണ്. SIRുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ വശത്തെക്കുറിച്ചാണ് സുഹൃത്ത് ഇവിടെ അവതരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഒരു വിശാലമായ ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു നടപടിയിലേക്ക് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും സുഭദ്രമായ രീതിയിലേക്കാണ് ഈ ഒരു SIR എന്ന് പറയുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് പോസിറ്റീവ് വശങ്ങളുണ്ട് എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് പോസിറ്റീവ് വശങ്ങളുണ്ട്. കാരണം കള്ള വോട്ടുകൾ തടയാനും അതുപോലെ തന്നെ വോട്ട് ചോർച്ചകളെ ഇല്ലാതാക്കാനൊക്കെ ഈ ഒരു പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ സാധിക്കുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ആ വിഷയത്തെ എടുത്തു നോക്കുമ്പോൾ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തിലാണ് ആദ്യമായി SIR എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനമാണ് ഈ ഒരു വിഷയത്തിൽ എത്രത്തോളമാണ് ഇതിന് സ്വീകാര്യതയുള്ളത്, SIRന് എത്രത്തോളം സ്വീകാര്യതയുണ്ട് എന്ന് വ്യക്തമാകുന്നത് ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് പോകുമ്പോഴാണ്. നമ്മളെല്ലാവരും അറിഞ്ഞതുപോലെ തന്നെ നിതീഷ് കുമാർ ബീഹാറിന്റെ 10ാം തവണയും ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ഉണ്ടായത്. ഭാരത ജനതാ പാർട്ടി എന്ന് പറയുന്ന ഇന്ത്യ രാഷ്ട്രം ഭരിക്കുന്ന NDA സർക്കാരിന്റെ
ഒരു ഘടക കക്ഷിയായാണ് ബീഹാറിലെ നിതീഷ് കുമാറിന്റെ പാർട്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിധത്തിലും ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വലിയ വിമർശനമായി പറയുന്നത് ബീഹാറിലെ വസ്തുതകൾ അല്ലെങ്കിൽ ബീഹാറിലെ അവസ്ഥകൾ എല്ലാം കൊണ്ടും കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായ രീതിയിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് വിശേഷത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന രീതിയിലേക്കുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇനി അടുത്തതായി നമ്മൾ ചർച്ച എടുക്കുന്നത് ബീഹാറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എത്രത്തോളമാണ് ബീഹാറിൽ ഈ ഒരു SAR എന്ന് പറയുന്ന ഈ ഒരു നടപടി നടപ്പിൽ വരുത്തിയപ്പോൾ ഉണ്ടായത് എന്ന വിഷയത്തിലാണ് ഇനി ചർച്ച നടക്കുന്നത്. പ്രിയ സുഹൃത്തിനോട് ചോദിക്കാനുള്ളത്, ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഈ ഒരു SAR എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയതിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത്? അതുപോലെ തന്നെ SAR എന്ന് പറയുന്ന സംവിധാനം അതിന്റെ കൃത്യമായ ചിട്ടയോടുകൂടി തന്നെയാണോ ബീഹാറിൽ നടപ്പിലാക്കിയത് എന്ന വിഷയത്തിലേക്കാണ് ഇനി ചർച്ച പോകേണ്ടത്. ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു വിഷയമാണ് SIRമായി ബന്ധപ്പെട്ടുള്ള വിഷയം എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് SIR എന്നുള്ളത്. അതിന് കൃത്യമായൊരു ഉദാഹരണം ജനങ്ങൾക്ക് മുമ്പാകെ ഉണ്ട് എന്നതുകൊണ്ടാണ് ഇവരെ SIRനെ ഇത്രത്തോളം ഭയക്കാനുള്ള കാരണം എന്നുള്ളത്. ബീഹാറിൽ NDA നടത്തിയ ചില വോട്ട് ചോരികൾ, അതിലുണ്ടായ ഈ SIRമായി ബന്ധപ്പെട്ടുള്ള വിഷയമായി നോക്കുമ്പോൾ, അവർ വോട്ട് ചോരി എന്ന് നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും ഇത് നടപ്പിലാക്കാൻ ഇത്ര പ്രയാസമൊന്നുമില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു മൈൻഡ് നിലകൊള്ളുന്നത്. സവർണജാതി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും സാമൂഹ്യനീതി പ്രസ്ഥാനവും സ്വാധീനം ചെലുത്തിയിരുന്ന NDA സംസ്ഥാനത്തെ ബീഹാറിൽ എങ്ങനെയാണ് ഒരു വിജയത്തിനുള്ള ഒരു സാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി വിശകലനം തന്നെ ചെയ്യേണ്ടതുണ്ട്. ബീഹാറിൽ SIR നടപ്പിലാക്കുന്നത് തന്നെ വളരെ കോലാഹലമായ ഒരു നിലക്കാണ്. ഇതിൻ്റെ പിറകിൽ ഒരു നിക്ഷിപ്ത താല്പര്യമുണ്ടെന്ന പ്രശ്നം ഇന്നും കോടതിയുടെ മുമ്പാകെ നിലകൊള്ളുകയാണ്. 65 ലക്ഷത്തോളം ആളുകളുടെ വോട്ടുകൾ കവർന്നെടുക്കുകയും അതിനു പുറമെ 22 ഒന്നുകൂടി പറയട്ടെ. ഇതിന്റെ പിറകിൽ ഒരു നിക്ഷിപ്ത താല്പര്യമുണ്ടെന്ന പ്രശ്നം ഇപ്പോഴും കോടതിയുടെ മുമ്പാകെ നിലകൊള്ളുകയാണ്. ഈ ബീഹാറിൽ 65 ലക്ഷത്തോളം ആളുകൾ അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് എടുത്തു മാറ്റുകയും പകരം 22 ലക്ഷം ആളുകളെ അതിലേക്ക് എക്സ്ട്രാ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ വോട്ടർ പോളിംഗിൻ്റെ ശതമാനം 57% അതിൻ്റെ മറ്റൊരർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ 43% അതിൽ ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല എന്നതാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവർ ഈ 43 ആളുകൾ വോട്ട് ചെയ്യാത്തതിൻ്റെ കാരണം, 43% ആളുകൾ വോട്ട് ചെയ്യാത്തതിൻ്റെ കാരണം, അവർ ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് ജോലിയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത കുടിലുകളൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇവർക്ക് ഇത് അറിയാത്തൊരു സമയത്ത്, അല്ലെങ്കിൽ ഇവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഇവരെ എങ്ങനെയാണ് നമ്മൾ അരാഷ്ട്രവാദികൾ എന്ന് വിളിക്കാൻ കഴിയുക? അതിനാണ് ഇവിടെ UID എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അഥവാ ആധാർ കാർഡ്, ഏതൊരു വികസിത രാജ്യം നമ്മൾ നോക്കിയാലും ഒരു ഒറ്റ കാർഡ് മതിയോ എല്ലാത്തിനും. അപ്പോൾ ഈ SIRനെ പരിശോധിക്കാൻ വേണ്ടി നമ്മൾ നോക്കിയപ്പോൾ എല്ലാ പേപ്പറുകളും നോക്കാൻ ശ്രമിച്ചപ്പോഴും, എല്ലാ പേപ്പറുകളും ഡോക്യുമെന്റുകളൊക്കെ അവർ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് അവർ ആധാർ കാർഡിന് മാത്രം ചോദിച്ചില്ല. യഥാർത്ഥത്തിൽ ഈ ആധാർ കാർഡ് നോക്കിയാൽ ഒരാൾ പൗരനാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. പിന്നെ എങ്ങനെയാണ് ഇവർ ഈ ആധാർ കാർഡിനില്ലെങ്കിൽ പിന്നെ ഇതിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ആധാർ കാർഡിലാണ് ഒരു പൗരത്വം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു മനുഷ്യൻ വോട്ട് ചെയ്യുന്നില്ല എന്നതിൻ്റെ പേരിൽ അയാൾ അരാഷ്ട്രവാദിയാണ്, അയാൾ ഈ രാജ്യത്തിൽ ഇല്ലാത്തയാളാണ് എന്നൊന്നും അയാൾ കൂട്ടിച്ചേർക്കാനൊന്നും കഴിയില്ല. അയാളുടെ കൃത്യമായ ആധാർ കാർഡ് നമുക്ക് നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അയാൾ പൗരത്വമുള്ള ആളാണോ എന്ന്. നമ്മുടെ ബംഗാളി പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെയൊക്കെ കടന്നു കൂട്ടുകയും അതിന് പുറമെ ഇവിടെയുള്ള ആളുകൾ ബംഗാളികളാണ് അഥവാ ബംഗാൾ ഭാഷ സംസാരിക്കുന്നതിൻ്റെ പേരിൽ, അതേപോലെ കള്ളിമുണ്ട് എടുക്കുന്നതിൻ്റെ പേരിൽ, അതേപോലെ ഇസ്ലാമാണ് എന്നതിൻ്റെ പേരിൽ ഇവരെ ബംഗാൾ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോയി തള്ളുകയൊക്കെ സംഭവം ഉണ്ടായിരുന്നുണ്ട്. അങ്ങനെ അവരെ കൊണ്ടുപോയി തള്ളുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരെ
ഇവർ പറയുന്നുണ്ട്, ഇവർ കൊണ്ടുപോയി തള്ളുമ്പോൾ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇന്ത്യൻ പൗരത്വമുള്ള ആളുകളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഇവർ അതൊന്നും കണക്കാക്കാതെ, അതൊന്നും വകവെക്കാതെ ഇവർ അവരെ ബംഗാളിൽ കൊണ്ടുപോയി തള്ളുകയാണ് ഉണ്ടായത്. ഇവിടെ ബീഹാറിൽ നടന്ന ഒരു സംഭവം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ, ബീഹാറിൽ ഒരു ജനങ്ങൾക്ക് വേണ്ടി ഒരു തൊഴിൽ മേഖലയിലോ അല്ലെങ്കിൽ ഒരു സഹായം പോലും ചെയ്യാത്ത ഒരു ബീഹാർ സംസ്ഥാനത്തിലുള്ള ജനങ്ങൾക്ക് എങ്ങനെയാണ് ആ രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുക? അവർക്ക് എങ്ങനെയാണ് അതിന് മനസ്സ് സാധിക്കുന്നത്? അതിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അവർക്ക് അതിൽ യഥാർത്ഥമായി അവർക്ക് കഴിയില്ല. അപ്പോൾ ഇതിന്റെ പിറകിൽ ഒരു വോട്ട് ചോരി തന്നെയാണ് നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിനെ ഗൗരവത്തിലൂടെയാണ് ഇന്ന് കേരള സംസ്ഥാനം ജനങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി പോലും പറഞ്ഞത് ഈ SIR നടപ്പിലാക്കുന്നത് SIRന്റെ പിറകിൽ ഗൂഢമായ ഒരു ആലോചനയാണ്. അഥവാ SIR നടപ്പിലാക്കുന്നത് NRC നടപ്പിലാക്കാനുള്ള ഒരു നടപടിയാണ്, അതാണ് ഈ SIRലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതിന്റെ പിറകിൽ വലിയൊരു ഗൂഢമായ ആലോചനയുണ്ട് എന്നുള്ളത്. SIR നടപ്പിലാക്കിയതിലൂടെ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തുണ്ടായ മാറ്റങ്ങളും ചില പ്രശ്നങ്ങളും ഒക്കെയാണ് പ്രിയ സുഹൃത്തുക്കളോട് സൂചിപ്പിക്കേണ്ടായത്. യഥാർത്ഥത്തിൽ SIR എത്രത്തോളം പ്രായോഗികമാണ് എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബീഹാറിനെ അല്ലെങ്കിൽ ബീഹാറിലെ തിരഞ്ഞെടുപ്പിനെ നമുക്ക് എന്ത് ചെയ്യാം, വിശകലനം ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ രാഷ്ട്രീയ തന്ത്രജ്ഞന്മാരൊക്കെ മുന്നോട്ട് വെക്കുന്നത് ബീഹാറിൽ ഉണ്ടായതുപോലെയാണ് മറ്റു 12 സംസ്ഥാനത്തിലേക്കും ഈ ഒരു ആശയത്തെ അല്ലെങ്കിൽ SIR എന്ന് പറയുന്ന നടപടിയെ നടപ്പിൽ വരുത്തുന്നത് എങ്കിൽ അത് വലിയൊരു പ്രശ്നമായി തീരുമെന്നതാണ്. കാരണം ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അവരുടെ സ്വന്തം അഭിപ്രായങ്ങളെ, സ്വന്തം ചിന്തകളെ മുന്നോട്ട് വെക്കാനുള്ള ഓരോ വഴികളാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് രീതികളൊക്കെ. വർഷത്തിലോ അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 വർഷത്തിലോ ഒക്കെ ആയിട്ട് ഓരോ രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകൾ പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ടൊക്കെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യവസ്ഥതയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു ഇല്ലാതെയാകുന്ന, അതൊരു ധ്വംസിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്നതിലൂടെ ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ വെല്ലുവിളിയാകുന്ന ഒരു പ്രശ്നമായിട്ട് SIR മാറുന്നു എന്ന രീതിയിലേക്കുള്ള ചിന്തകളൊക്കെ പറയുന്ന രാഷ്ട്ര നിരീക്ഷകന്മാരുണ്ട്. അപ്പോൾ ബീഹാർ എന്ന് പറയുന്നത് ഒരു വശത്തിരിക്കുമ്പോൾ SIR എന്ന് പറയുന്നതിൻ്റെ ഗവൺമെന്റ് വശങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി അതിലെന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത്, എന്തുകൊണ്ടാണ് SIRനെ പലരും ഭയപ്പെടുന്നത്, ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനം ഉദാഹരണമായി ഒരു മറുവശത്ത് ഇരിക്കുമ്പോൾ തന്നെ എന്തെല്ലാം ആകുലതകളാണ്, എന്തെല്ലാം വേവലാതികളാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് മുമ്പിൽ SIR എന്ന് പറയുന്ന പുതിയ വോട്ടർ പട്ടിക പരിഷ്കരണ നിയമം എങ്ങനെയാണ് അത് പ്രശ്നമാകുന്നത് എന്നാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അത് പലരും പറയുന്നത് പോലെ ഒരു ഉടുപ്പ് മാറി വരുന്ന ഒരു NRC ആണോ അല്ലെങ്കിൽ CAA ആണോ SIR എന്ന ചോദ്യം കൂടി മുന്നോട്ട് വെക്കുകയാണ്. അതെ, SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു തുടക്കത്തിന് കേന്ദ്ര കമ്മീഷൻ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഏകദേശം പറഞ്ഞതുപോലെ തന്നെ 12 സംസ്ഥാനങ്ങളിലായിട്ട് അതിൽ ഉത്തർപ്രദേശ് ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ബംഗാൾ ഉണ്ട്, തമിഴ്നാടുണ്ട്, അങ്ങനെ തുടങ്ങി ഏകദേശം 51 കോടി ജനങ്ങളുടെ ഭാവിയെ നിശ്ചയിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്കാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടക്കം കുറിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു അവസാനമായ ഒരു റിസൾട്ട് വരണമെങ്കിൽ ഒരു 3 മാസം കൂടി കാത്തിരിക്കേണ്ടി വരും. അതായത് ഫെബ്രുവരി 7 കൂടിയിട്ടാണ് അതിൻ്റെ അന്തിമ ഒരു പട്ടിക പുറത്തു വരിക. ഏതായാലും ഈ വിഷയങ്ങൾ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ ആളുകളിലേക്ക് ഒരുപാട് ഉൾപ്പേടിയും ആളുകൾക്ക് കുറേ അസ്വാഭാവികതകൾ ഇതിൽ നിലനിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഉന്നയിക്കുന്നത് ഒരുപാട് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു നിർവചനം എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിലെ ശുദ്ധീകരണം, അതായത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നവർ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അങ്ങനെയുള്ള ഒരു നിർവചനമാണ് നൽകുന്നത്. കൃത്യമായി നമ്മൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. നേരെ മറിച്ച് അതിൽ ഈ പറയപ്പെടുന്ന പോലെ NRC അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി പോലുള്ള ഇതിൻ്റെ ഒരു മറുവാതിലായിട്ട് പിൻവാതിലായിട്ട് കടന്നു വരുന്നെങ്കിൽ അത് തീർത്തും മാറ്റി നിർത്തപ്പെടേണ്ട, അത് ജനങ്ങൾക്കിടയിൽ ഒരു പേടി സൃഷ്ടിക്കുന്ന ഒന്നായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ കേരളത്തിനെതിരെ ഉയർന്നു വന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ലക്ഷം ഒരു ആധാർ നുഴഞ്ഞു കയറ്റം കേരളത്തിലേക്ക് ഉണ്ടായി എന്നതാണ്. അവസാനമായിട്ടൊരു വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നത് 2002 അന്ന് കേരളത്തിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് 2.24 കോടിയാണ്. നേരെ മറിച്ച് 2025 ജൂലൈയിൽ അവസാനം വന്നൊരു കണക്ക് പ്രകാരം നോക്കുമ്പോൾ 2.78 കോടിയാണ് കേരളത്തിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത്.
അപ്പോൾ സ്വാഭാവികമായി ഈ 50 ലക്ഷം എന്നുള്ളത് ഒരു ജനസംഖ്യാ വർധനവാണ്. കാലം കഴിയുമ്പോൾ ഈ 2002 അന്നുണ്ടായിരുന്ന ജനസംഖ്യയല്ല സ്വാഭാവികമായിട്ട് 2025 ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു വർധനവ് സ്വാഭാവികമായിട്ടും വോട്ടർ പട്ടികയിലും ഉണ്ടാവുക എന്നത് ഒരു സാധാരണമായി നടക്കുന്ന ഒന്നാണ്. ഇതിനെ ഒന്ന് ആരോപിക്കുക, അതിൻ്റെ ഒരു യുക്തിരാഹിത്യം നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യൻ രീതിയിൽ എടുത്തു നോക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നത് 1952 അതിന് 73 വർഷങ്ങൾ പിന്നിട്ടു. 18 ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ, അസംഖ്യം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ, വർഷം 3-4 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഈ 52 ജനങ്ങളല്ല 2025 വരുമ്പോൾ ഉള്ളത്. അതായത് ആഗോളതലത്തിൽ ജനസംഖ്യ എന്ന് പറയുന്നത് 800 കോടിയാണ്. അതിൽ 140 കോടി ജനങ്ങളും തിങ്ങിപ്പാർക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിലാണ്. അതിൽ തന്നെ 100 കോടി ജനങ്ങൾ ഈ വോട്ടിംഗ് പ്രക്രിയയിലേക്ക് നേരിട്ട് പങ്കെടുക്കുന്നത് കൊണ്ടാണ് ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായിട്ട് ഇന്ത്യയെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അവരുടെ വ്യക്തിത്വത്തിന്, അവർക്ക് ഭരണഘടന വകവെച്ചു കൊടുക്കുന്ന ഈ വോട്ടിംഗ് പ്രക്രിയയെ പോലും ചോദ്യം ചെയ്യുമ്പോഴാണ് ഇത് അസ്വാഭാവികതകളായി നിലനിൽക്കുന്നത്. ഇപ്പോൾ ബീഹാറിൽ സംഭവിച്ചതുപോലെ 65 ലക്ഷം ആളുകൾക്ക് വോട്ടിംഗ് പ്രക്രിയയിലേക്ക് പങ്കെടുക്കാൻ കഴിയാതെ അവരെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബീഹാർ ഒരു കൃത്യമായ ഒരു വലിയൊരു പാഠമാണ് നിലനിൽക്കുന്നത്. അതായത് ഇപ്പോൾ ഇതൊരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റായിട്ട് പൊതുനിരത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഇതൊരു പ്രശ്നമാണ്. അതൊരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ആണോ എന്ന ചോദ്യവും സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന ഒരു 3 അംഗ സംഘമുണ്ട്. ഒന്ന് പ്രധാനമന്ത്രിയാണ്, മറ്റൊന്ന് ഒരു പ്രതിപക്ഷ നേതാവാണ്, മറ്റൊന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. എന്നാൽ 2ാം മോദി സർക്കാർ വരുന്നതോടുകൂടി ഈ നിയമത്തെ മാറ്റുകയാണ്. എന്താണ് അവർ ചെയ്തത്? പ്രധാനമന്ത്രി കരുതുന്ന ഒരു കേന്ദ്രമന്ത്രി, ഒരു പ്രതിപക്ഷ നേതാവ്, അതായത് കേന്ദ്ര സർക്കാർ വിചാരിക്കുന്ന ഒരാളെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിശ്ചയിക്കാൻ കഴിയുന്ന ഉതകുന്ന രീതിയിലേക്ക് അവർ ആ നിയമത്തെ പരിവർത്തനപ്പെടുത്തുകയാണ്. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ആരോപണങ്ങൾക്ക് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും ആ ഒരു പ്രതിപട്ടികയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലനിൽക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവർ മുന്നോട്ട് വെക്കുന്ന SIRഉം അതേ ഒരു പ്രതിപട്ടികയിൽ തന്നെ നിലനിൽക്കുന്നു എന്നതാണ്. അതായത് ഈ ഭരണഘടനാപരമായി ഇത്രയേറെ വളരെ നിയമപരമായി ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം ഇത്രയേറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുക എന്നത് തീർത്തും നമ്മൾ കരുതപ്പെടേണ്ട ഒരു അസ്വാഭാവികതകൾ തന്നെയാണ്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ എക്കാലത്തെയും അവരുടെ അജണ്ട എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് മുക്ത ഭാരതമാണ്. അതായത് തങ്ങൾക്കെതിരെ നിലനിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും തകർക്കുക. ഇപ്പോൾ ഡൽഹിയിലേക്ക് നോക്കുമ്പോൾ അവർ ആം ആദ്മി പാർട്ടിയെ തകർത്തു, ഉടനെ അവർ പഞ്ചാബിലേക്ക് നീങ്ങും. ബംഗാൾ അവരുടെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ്. ഉത്തർപ്രദേശിൽ ഒരു സമാജ്വാദി പാർട്ടിയുടെ കീഴിൽ ഒരു മുസ്ലിം വോട്ട് ബാങ്ക് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അതിനെ തകർത്തുകൊണ്ട്, തങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാം തകർത്തുകൊണ്ട് എക്കാലവും അവർക്ക് ഭരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെ, ഒരു പ്ലോട്ട് സൃഷ്ടിച്ചെടുക്കുക എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അജണ്ടയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും കേരളത്തിലെയൊക്കെ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകളൊക്കെ പറയുന്നത് പോലെ നമ്മൾ ജയിക്കാൻ വേണ്ടി എവിടെ നിന്നും ആളെ ഇറക്കും, വേണമെങ്കിൽ കാശ്മീരിൽ നിന്ന് വരെ ഇറക്കും. അതൊക്കെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റായിട്ട് അവർ പൊതുനിരത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും വിഷയങ്ങൾ നടക്കുമ്പോൾ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പിന് തയ്യാറാവുന്ന ഒരു സാഹചര്യമാണ്. നമുക്കൊരു സാവകാശം ചോദിച്ചിരുന്നു, എന്നാൽ പക്ഷേ അവർ സാവകാശം തന്നിട്ടില്ല. നേരെ മറിച്ച് BJP സർക്കാർ നേതൃത്വം കൊടുക്കുന്ന മഹാരാഷ്ട്ര ഒരു സാവകാശം ചോദിച്ചപ്പോൾ അവിടെ കൊടുക്കുന്നുണ്ട്. നേരെ മറിച്ച് കേരളത്തെ മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഈ വിഷയം നടക്കുമ്പോൾ ജനങ്ങൾക്ക് അസ്വാഭാവികതകൾ തോന്നുന്നു എന്നത് കൃത്യമായ ഒരു ധാരണ തന്നെയാണ്. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളോട് ഇത്തരം വിഷയങ്ങൾ സംവദിക്കുമ്പോൾ തന്നെ അവർ പറയുന്നത്, നമ്മൾ ബീഹാറിനെ പോലെയല്ലല്ലോ, ബീഹാറിൽ അത്തരം സംവിധാനങ്ങൾ ഇല്ല, നമ്മൾ വളരെ നിരക്ഷരരല്ലല്ലോ, നമ്മൾ സാക്ഷരതയിൽ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു സമൂഹമാണ്, നമുക്കിങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ വളരെ ജാഗ്രതയോടെ ഇരുന്നൊരു സ്ഥലമാണ് തൃശ്ശൂർ എന്നുള്ളത്. പക്ഷേ തൃശ്ശൂരിൽ സംഭവിച്ചത് എന്താണ്? ഒരു ഫ്ലാറ്റിൽ തന്നെ പരസ്പരം തിരിച്ചറിയപ്പെടാത്ത 8ഓളം ആളുകൾ വോട്ട് ചെയ്തു പോവുക. രാജ്യത്തിൻ്റെ പലയിടങ്ങളിൽ BJPയുടെ നേതാക്കൾ വന്ന് ഈ പ്രശസ്ത വ്യക്തിക്ക് വോട്ട് ചെയ്തു പോവുക. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നു. മാത്രമല്ല കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും 5% ഒരു വർധനവാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത്. മാത്രവുമല്ല ഏറ്റവും പിന്നിൽ നിന്ന ഒരു ജില്ല ഏറ്റവും മുന്നിലേക്ക്, വോട്ടിംഗ് പ്രക്രിയയിലേക്ക് ഏറ്റവും മുന്നിലേക്ക് വരുന്നു.
5% നിന്ന് 11% ഉയർന്നു. ഇതൊക്കെ ഒരു അസ്വാഭാവികതയായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഈ വിഷയം തന്നെ കണ്ടുപിടിക്കാൻ വളരെയേറെ സമയമെടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം നിരത്തിയ തെളിവുകൾക്ക് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. അതുമല്ല, അദ്ദേഹം ഈ SIR കുറിച്ച് പറയുന്ന ഒരു പരാമർശം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് മോഷണം എന്നത് വ്യവസ്ഥാപിതമായിരുന്നു എന്നതാണ്. അതായത് അത് പിടിക്കപ്പെടുകയും അത് ആസൂത്രിതവും ഗൂഢാലോചനപരവുമായിരുന്നു. എന്നാൽ ഈ SIR അവരിപ്പോൾ പരിചയപ്പെടുത്തുന്നത് മറ്റത് പിടിക്കപ്പെട്ടപ്പോൾ തലയൂരാനുള്ള ഒരു വ്യവസ്ഥയായിട്ടും മാത്രമല്ല, ഈ വോട്ട് മോഷണത്തെ വ്യവസ്ഥാപിതമാക്കുകയാണ് ചെയ്തത്. അത് നമ്മൾ ബീഹാറിലേക്ക് നോക്കുമ്പോൾ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നതാണ്. അവിടെ ആളുകളെ മാറ്റി നിർത്തപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ള രീതിക്ക്. ഇപ്പോൾ നമുക്ക് അടുത്ത് വന്നൊരു ഇതാണ്, 20 ലക്ഷം ആളുകളെ മരിച്ചതിൻ്റെ പേരിൽ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തുകയുണ്ടായി. എന്നാൽ ഇതേ മരിക്കപ്പെട്ടതായി കണക്കാക്കിയ കുറേ ആളുകൾ കോടതിയിൽ ചെന്ന് പരാതി പറയുകയുണ്ടായി. നമുക്ക് വോട്ട് നഷ്ടപ്പെട്ടു, നമ്മൾ മരിച്ചിട്ടില്ല എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് അവിടെയുള്ള സമൂഹത്തെ തള്ളിവിടുകയാണ് ചെയ്തത്. അപ്പോൾ തീർത്തും ഈ വിഷയങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതൊരു ഇപ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞു വെച്ചതുപോലെ ഇതൊരു SIR എന്നത് NRCയുടെ ഒരു പിൻവാതിൽ പ്രക്രിയയാണ് എന്ന് തന്നെയാണ്. അപ്പോൾ ഇത്തരം ഒരു പേടിയാണ് ജനങ്ങൾക്ക് കൊണ്ടുവരുന്നത്. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു വെക്കുന്നത് ഇത്ര വേഗതയിൽ ഇതിനെ നടത്തുന്നതാണ്, ഇത്ര പെട്ടെന്ന് എന്തിനിതിനെ സമീപിക്കുന്നു, പെട്ടെന്ന് തീർത്ത് എല്ലാം പെട്ടെന്നാക്കുക എന്നത് ഇപ്പോൾ ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് സമ്മർദ്ദം വളരെയേറെ കൊടുത്തുകൊണ്ട് ഇപ്പോൾ അനീഷ് ജോർജ് 45 വയസ്സുള്ള ഒരു ആള് മരിക്കുകയുണ്ടായി. ഈ സമാന വയസ്സുകാരൻ ഒരു ബൂത്ത് ലെവൽ ഓഫീസർ രാജസ്ഥാനിൽ മരിക്കുക. അപ്പം ഇത്തരം പ്രക്രിയയിലൂടെ ഈ സമ്മർദ്ദം പുലർത്തിക്കൊണ്ടുള്ള ഈ ഒരു പ്രക്രിയ തീർത്തും ജനതയ്ക്കും സമൂഹത്തിനും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നത് വാസ്തവമാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളെ കൂടുതലായി വിശകലനം ചെയ്യുകയും സമൂഹത്തെ പരിഗണിച്ചുകൊണ്ട് ഇത് എടുക്കുകയും ചെയ്യുക, അതിനെ പ്രാവർത്തികമാക്കുക എന്നത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പ്രിയ സുഹൃത്തിൻ്റെ വിശകലനത്തിൽ നിന്നൊക്കെ SIR എന്തുകൊണ്ടാണ് എതിർക്കപ്പെടുന്നത് എന്ന വിഷയത്തിലുള്ള ചെറിയ ധാരണയെങ്കിലും നമുക്ക് എല്ലാവർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ BLOമാർ വിഷയം പറഞ്ഞപ്പോൾ 27ഓളം BLOമാരാണ് കഴിഞ്ഞ മാസത്തിനുള്ളിലായിട്ട് മരണപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൽ നിന്നുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് BLOമാർ ഈ ഒരു വിഷയത്തിൽ അധിക ഭാരത്തെ തുടർന്നാണ് ഇവരൊക്കെ മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഒരുപാട് വെല്ലുവിളികളാകുന്ന നിലവിലെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ തന്നെ ഒരു പുതിയൊരു അജണ്ടയായിട്ടാണ് ഈ ഒരു SIR അവർ മുന്നോട്ട് വെക്കുന്നത് എന്നാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് ഒരു ഗവൺമെന്റ് നിലനിൽക്കുന്നതിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നത് ജനങ്ങൾക്ക് അനുസൃതമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുകയും അതുപോലെ തന്നെ ജനങ്ങളുടെ ഹിതപരിശോധന നടത്തുക നമ്മൾ പറയാറുണ്ടല്ലോ, അത്തരത്തിൽ ജനങ്ങളുടെ സ്വതാല്പര്യങ്ങളെ മുന്നോട്ട് വെക്കുന്ന രീതിയിൽ അവരുടെ ആശയങ്ങളും അവർക്ക് അനുയോജ്യമായിട്ടുള്ള നടപടികളും ഒക്കെയാണ് ഗവൺമെന്റ് കരുതേണ്ടതും. അതുപോലെ തന്നെ രാജ്യത്തിന്റെ കാതൽ എന്ന് പറയുന്നത്, ജനാധിപത്യത്തിന്റെ കാതൽ എന്ന് പറയുന്ന വസ്തുത പോലും അത് തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയുടെ ശില്പിയായി അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായി അറിയപ്പെടുന്ന BR അംബേദ്കർ പറഞ്ഞു വെക്കുന്ന ഒരു മനോഹരമായ സന്ദേശമുണ്ട്. ആ സന്ദേശം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ജനങ്ങളോടും യുവ തലമുറകളോടും പറയാനുള്ളത്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയതിനു ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നലെ വരെ ഉണ്ടായിരുന്ന നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മുതൽ നമുക്കതിന് സാധിക്കില്ല. കാരണം ഇന്ന് മുതൽ നമുക്കൊരു എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്. തുടർന്ന് അദ്ദേഹം വീണ്ടും പറയുകയാണ്, അദ്ദേഹത്തിന്റെ ചിന്തകളൊന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. 25 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറയുന്ന ഒരു മനോഹരമായ സന്ദേശമാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഒരു നല്ല വ്യക്തിയുടെ കയ്യിലാണെങ്കിൽ അത് നല്ല ഭരണഘടനയായിരിക്കും. ഇനി അഥവാ ഒരു മോശപ്പെട്ട വ്യക്തിയുടെ കയ്യിലാണെങ്കിൽ അത് മോശം ഭരണഘടന കൂടിയായിരിക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ജമ്മു കാശ്മീരിനെ വിഭജിച്ചതും അതുപോലെ തന്നെ ഈ ഒരു SIR എന്ന് പറയുന്ന പുതിയ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് ഗവൺമെന്റ് മുന്നോട്ട് വന്നതൊക്കെ. ഈ കേരളത്തിലെ മദ്രസ സംവിധാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ മദ്രസ സംവിധാനങ്ങൾക്കെതിരെയൊക്കെ ഇവർ പ്രവർത്തനം കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശമൊക്കെ ഇന്ത്യൻ ഭരണഘടനയിലുള്ള ചില അനുച്ഛേദങ്ങളിൽ മാറ്റം വരുത്താനുള്ള അവകാശം അവർക്ക് ഉണ്ടായി എന്നതാണ്. യഥാർത്ഥത്തിൽ
അന്ന് അംബേദ്കർ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ ഒരു നല്ല വ്യക്തിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ നമുക്ക് നല്ല ജനാധിപത്യത്തിനെ കാണാൻ സാധിക്കും. ലോക ജനങ്ങൾക്ക് മുമ്പിൽ തന്നെ ഏറ്റവും അനുയോജ്യമായ മനോഹരമായ ഒരു ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ ഇന്ത്യക്ക് മുന്നോട്ട് വെക്കാൻ സാധിച്ചിരുന്നു. മുമ്പുണ്ടായിരുന്ന പോലെ തന്നെ ഇനിയും അതിന് സാധിക്കണം. അതിനൊക്കെ നമ്മളാണ് പരിശ്രമം നടത്തേണ്ടത്. അരാഷ്ട്രീയതയുടെ വിദ്യാർത്ഥിത്വം ഉയർന്നു വരുന്ന കാലത്ത് മനോഹരമായി വിഷയങ്ങളെ പഠിക്കുകയും അതിനനുസരിച്ച് പ്രാവർത്തികമാക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു തലമുറയാണ് സമൂഹം ആവശ്യപ്പെടുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യ മേഖലകളൊക്കെ എടുത്തു നോക്കുമ്പോൾ തന്നെ ഈ ഒരു വിഷയമാണ്, അരാഷ്ട്രീയതയുള്ള ഒരു സമൂഹം വളർന്നു വരുന്നു എന്നൊരു വിഷയമാണ് ഇതിനൊക്കെ ഒരു പ്രധാന ഹേതുവായി മാറുന്നത്. എല്ലാം ഞങ്ങൾ പറയുന്നു, എല്ലാം നിങ്ങൾ കേൾക്കണം എന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഭരണസിരാ കേന്ദ്രങ്ങളിലുള്ള വ്യക്തികൾ മുന്നോട്ട് വെക്കുന്നത്. ഇതിനൊക്കെ എതിർപ്പിന്റെ സ്വരങ്ങളിലൂടെ എതിർക്കുക തന്നെ വേണം. അതിനെല്ലാം സർവസൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സംഗമം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. SIR എന്നത് ഇന്ത്യൻ ജനതയ്ക്ക് മുമ്പിലുള്ള ഒരു നല്ലൊരു പരീക്ഷണമാണെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ പുലരാനും, അഥവാ ഇന്ത്യൻ ജനതയ്ക്ക് ഒരു ഹേതുവാകുന്ന രീതിയിലാണെങ്കിൽ അതിന്റെ പ്രവർത്തനമെങ്കിൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഹാനിയാകാത്ത രീതിയിൽ അത് പ്രാവർത്തികമാക്കാനും നമ്മുടെ ഭരണസിരാ കേന്ദ്രങ്ങളിലുള്ള ഭരണകർത്താക്കൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.